ഈ ബലദേവ് താങ്കൾക്ക് പറയാനുള്ള പൂർത്തിയാക്കാം. അതിനുശേഷം എനിക്ക് ഷാഫി ചാലിയത്തിലേക്ക് പോകണം. ഇതിനകത്ത് സ്മൃതി പാസിംഗ് ഫാന്റസി എന്ന് പറയും. കാരണം ഇടതുപക്ഷത്തെ കുറിച്ചും CPM-നെ കുറിച്ചും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആരോപണത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങളെ SDPI അതുപോലെയുള്ള ചില PDP തുടങ്ങിയ പാർട്ടികളെ ഞങ്ങൾ കാലാകാലങ്ങളിൽ കൂട്ടുപിടിക്കുന്നു, മുസ്ലിം പ്രീണനം ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു എന്നായിരുന്നു ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ മറ്റു പാർട്ടിക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവർ തന്നെ അതേ നാവിലാണ് പറയുന്നത് ഇടതുപക്ഷവും പിണറായി വിജയനും CPM-ഉം ഒക്കെ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു. അത് കേരളത്തിൽ നല്ലൊരു ശതമാനം വരുന്നതാണ്ട് 24% വരുന്ന മുസ്ലിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. കേരളത്തിൽ എക്കാലവും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വിശേഷിച്ചും മലബാർ മേഖലകളിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPM എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെന്നും. അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിം ലീഗും അതിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവുമായിട്ടുള്ള യാതൊരു വിധമായ ബന്ധത്തെയും തകർക്കാൻ ഇത് BJP-യോ കോൺഗ്രസോ മറ്റ് ബൂർഷാ കക്ഷികളോ ഒന്നും വിചാരിച്ച് ഇടതുപക്ഷവും ഈ മതന്യൂനപക്ഷവുമായിട്ടുള്ള ഈ ബന്ധത്തെ തകർക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഹിന്ദു പത്രം തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അവര് ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിഷേധിച്ച ശേഷം പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ബാക്കി വിഴുങ്ങുന്നത്? പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഒരു PR ഏജൻസി വരുന്നു, PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ കൂടി ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു. PR ഏജൻസിയാണ് ഹിന്ദുവിനെ സമീപിച്ചുകൊണ്ട് ഒരു അഭിമുഖം ശരിയാക്കി തരാമെന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഹിന്ദുവിലെ ഒരു റിപ്പോർട്ടർക്ക് മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഇന്റർവ്യൂ കിട്ടാൻ ഒരു ഏജൻസിയുടെ സഹായം വേണോ? അല്ല, അത് ശരിയാണ്. സ്മൃതിയുടെ ആ ചോദ്യം ശരിയാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥയിൽ പലയിടത്തും നമുക്കറിയാം PR ഏജൻസികൾ പലർക്കും വേണ്ടി പല ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു രാജ്യത്ത് പോകുക, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയുകയാണ്, അവിടെയൊക്കെ പലപ്പോഴും പല പത്രങ്ങൾക്കും വേണ്ടി പല PR ഏജൻസികൾ നടക്കാറുണ്ട്. ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഈ PR ഏജൻസി ആർക്ക് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ബലദേവ്? ആർക്ക് വേണ്ടി എന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആരാണ് അവർക്ക് പണം കൊടുക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇതിനകത്ത് പത്രത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അത് ആ ഇന്റർവ്യൂ നടത്തിയ PR ഏജൻസിയുടെ ഭാഗത്തുനിന്നോ ആണ് തെറ്റുപറ്റിയത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബലദേവ്, ഈ PR ഏജൻസി ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അഡ്വക്കേറ്റ് ബലദേവ്? ആർക്ക് വേണ്ടിയാണ്? അപ്പൊ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ശരിയാക്കി കൊടുക്കുന്നവരാണെന്നേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. PR ഏജൻസി അങ്ങനെ ഒരിക്കലും, അത് ഹിന്ദു പത്രമായിരിക്കും. അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ചുമതലപ്പെടുത്തിയത് വിശദീകരണം താങ്കൾ വായിച്ചില്ലേ അഡ്വക്കേറ്റ് ബലദേവ്? വായിച്ചു, തീർച്ചയായിട്ടും വായിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള കുറെ കൂടെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത പിന്നീട് ഉണ്ടാകും. മുഖ്യമന്ത്രി അതുകൂടി പറയൂ. വ്യക്തത തന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ വ്യക്തത വരും. തീർച്ചയായിട്ടും ഒരു ദിവസം അതിന്റെ വ്യക്തത വരും. അതായത് സൗകര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം പോയി. അല്ല, അങ്ങനെയൊന്നും അല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അൻവറിന്റെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി ഒരു ദിവസം വന്ന് 2 മണിക്കൂർ റിപ്പോർട്ടർ ചാനലും ഉണ്ടായിരുന്നല്ലോ. 2 മണിക്കൂർ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി മറുപടി തന്നെയാണ് എല്ലാ ചാനലിലും. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം ദൂരീകരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല, ഒളിച്ചെളിയുമില്ല. ശരി, ശ്രീ ഷാഫി ചാലിയം, പുകമറ വഴി ഏതു കൂട്ടരെ കൂടെ Debate with Smriti Parithikad.